Hi, welcome to my channel, Mr. Bean. ഇന്നിവിടെ നമ്മളൊരു ഫ്രൂട്ട് ചെടിയാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഈ കാണുന്ന ചെടിയാണ്. ഒരുപക്ഷെ ഈ ചെടി കാണുമ്പോൾ തന്നെ പലർക്കും അറിയാമായിരിക്കും. പല വീടുകളിലും ഇത് കാണും. പലരും ഇത് കഴിച്ചു നോക്കിയിട്ടും ഉണ്ടാവും. ഇതാണ് മിറാക്കിൾ ഫ്രൂട്ട്. ഇത് വെസ്റ്റ് ആഫ്രിക്കക്കാരനായ ഒരു പഴച്ചെടിയാണ്. ഇത് വളരെ ഉയരത്തിലല്ലാതെ വളരുന്ന ഒരു കുറ്റിച്ചെടിയാണ്. ഇതിന് ചെറിയ ചെറിയ ഇലകളാണ്, ചുവന്ന പഴങ്ങളും. ഈ ഇലകളും പഴങ്ങളും കാണാൻ മനോഹരമാണ്. ഇതിൻ്റെ സീസണിൽ ചെടി നിറയെ പൂക്കൾ ഉണ്ടാകുകയും നിറയെ കായ്കൾ ഉണ്ടാകുകയും ചെയ്യാറുണ്ട്. ഈ മിറാക്കിൾ ഫ്രൂട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ പഴം കഴിച്ച ശേഷം പുളിയുള്ള ഏത് ആഹാര സാധനങ്ങൾ കഴിച്ചാലും നമുക്ക് മധുരം അനുഭവപ്പെടുന്നതായിരിക്കും. ഈ പഴത്തിൽ അടങ്ങിയിരിക്കുന്ന മിറാക്കുലിൻ എന്ന ഒരു പ്രോട്ടീനാണ് പുളിയുള്ള പഴങ്ങൾക്ക് മധുരം തോന്നിക്കാനുള്ള കാരണം. ഇങ്ങനെ പുളിയുള്ള പഴങ്ങൾക്കും ആഹാര സാധനങ്ങൾക്കും മധുരം വരുത്താനുള്ള കഴിവുള്ളതുകൊണ്ട് തന്നെയാണ് ഇതിനെ മിറാക്കിൾ ഫ്രൂട്ട് എന്ന് വിളിക്കുന്നത്. ഒരു പഴച്ചെടി എന്ന നിലയിൽ മാത്രം ഇതിൻ്റെ കായ്കൾ കൊണ്ട് പ്രത്യേകിച്ച് വലിയ ഉപകാരങ്ങളൊന്നുമില്ല. മറിച്ച് ഒരു അലങ്കാര ചെടിയെന്നോ ഒരു വെറൈറ്റി ഫ്രൂട്ടെന്നോ എന്ന നിലയിലോ നടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലതാണ്. പുളിയുള്ള പഴങ്ങൾ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ ഇത് ഇഷ്ടപ്പെടും. നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്തും പറമ്പിലുമൊക്കെയുള്ള ചാമ്പയ്ക്ക, നെല്ലിക്ക, ലോലോലിക്ക എന്നീ പഴങ്ങൾക്ക് പുളിയുള്ളത് കാരണം നമ്മൾ പലപ്പോഴും അത് ഉപയോഗിക്കാറില്ല. പക്ഷേ അതിന് പോഷക ഗുണങ്ങളുണ്ട് താനും. എന്നാലും നമ്മളത് ഉപയോഗിക്കാതെ കളയുകയാണ് പതിവ്. അതുപോലെ കൊച്ചുകുട്ടികളും പുളിയുള്ള പഴങ്ങൾ അധികം കഴിക്കാൻ താല്പര്യം കാണിക്കാറില്ല. ഇത്തരം അവസരങ്ങളിൽ ഈ മിറാക്കിൾ ഫ്രൂട്ട് നമുക്ക് വളരെ ഉപകാരമാണ്. ഈ മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ തൊലിയുടെ ഉൾവശത്ത് മാംസളമായ ഒരു വെളുത്ത ഭാഗം, അത് നല്ല മധുരമുള്ളതാണ്. അത് കഴിച്ച ശേഷം ഈ പുളിയുള്ള ചാമ്പയ്ക്കായോ ലോലോലിക്കയോ ഒക്കെ കഴിച്ചാൽ നല്ല മധുരമായിരിക്കും. പിന്നെ ഷുഗർ പേഷ്യൻറ്റിനും ഇത് വേണമെങ്കിൽ ഉപകാരപ്രദമായിരിക്കും. നാരങ്ങ വെള്ളമൊക്കെ മധുരം ഇട്ട് കുടിക്കണമെന്ന് ആഗ്രഹമുള്ളപ്പോൾ ഇതിലെ ഒരു മിറാക്കിൾ ഫ്രൂട്ട് എടുത്ത് കഴിക്കുക. അതിനുശേഷം നാരങ്ങ വെള്ളം ഉണ്ടാക്കി കഴിക്കുക. ഇതുപോലെയാണ് ഇതിൻ്റെ തൊലിക്ക് ഉൾവശത്തെ മാംസളമായ ഭാഗം. നല്ല മധുരമാണ് ഇതിന്. മാംസളമായ ഭാഗം ഉപയോഗിച്ച ശേഷം അതിനുള്ളിലെ വിത്ത് നമ്മൾ കളയുകയാണ് പതിവ്. ഇതിൻ്റെ വിത്ത് നട്ട് തൈകൾ ഉണ്ടാക്കുകയെങ്കിലും വളരെ എളുപ്പമുള്ള കാര്യമല്ല. ഈ പഴം കഴിച്ച ശേഷം അരമണിക്കൂർ മുതൽ ഏകദേശം 2 മണിക്കൂറോളം വരെ പുളിയുള്ള ഏത് സാധനങ്ങൾ കഴിച്ചാലും നമുക്ക് മധുരമായിട്ട് തോന്നും. അതുകൊണ്ട് ഉച്ചയ്ക്കൊക്കെ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ഇത് കഴിച്ചാൽ നമുക്ക് ആ ആഹാരത്തിന് പുളിയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് മധുരമായിട്ട് തോന്നും. തൈരോ മോരുകറിയോ ഒക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതെല്ലാം മധുരമുള്ളതായി മാറും. ഈ ചെടി നമ്മുടെ കാലാവസ്ഥയിൽ നട്ടു വളർത്താൻ എളുപ്പമാണ്. ഇവിടെ ഈ കാണുന്നത് നഴ്സറിയിൽ നിന്നും വാങ്ങി നട്ട ഒരു ചെറിയ ചെടിയാണ്. ഇപ്പം വളർന്ന് ഇത് ഒരാൾ പൊക്കത്തോളം ഉണ്ട്. ഇവ ചെടിച്ചട്ടികളിൽ നട്ട് വളർത്താൻ പറ്റുന്നവയാണ്. അത്രയ്ക്ക് ചെറിയ കുറ്റിച്ചെടിയാണ്. തറയിൽ നടുവാണെങ്കിൽ നമ്മൾ സാധാരണ മറ്റ് ചെടികൾ നടുന്ന പോലെയൊക്കെ എല്ലുപൊടിയും ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്ക് എന്നിവ ഇട്ട് കൊടുത്ത് നട്ടാൽ മതി. ചെടിച്ചട്ടിയിലാണെങ്കിലും ആ വിധത്തിൽ തന്നെ നടാം. തറയിൽ നട്ട് വളർത്തുമ്പോൾ നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് തന്നെ നടണം. എന്നാലേ ചെടി നന്നായി പൂവിടുകയും കായ്ക്കുകയും ചെയ്യത്തുള്ളൂ. വളരെ ചെറിയ പൂക്കളാണ് ഇതിലുണ്ടാകുന്നത്. ഇത് പഴുത്ത് വരുമ്പോൾ നല്ല ഭംഗിയാണ് മരത്ത് നിറച്ച് നിൽക്കുന്നത് കാണാൻ. ഇതിൻ്റെ ചുവന്ന പുറംതൊലി മാറ്റുമ്പം ചെറിയ മാംസളമായ ഭാഗം കാണും. അവിടെ നല്ല മധുരമാണ് അതിന്. അതാണ് നമ്മുടെ നാവിനെ പുളിയുള്ളതിനെ മധുരമാക്കാൻ സഹായിക്കുന്ന അത്. ഇതിന് വളരെ ചെറിയ വിത്തുകളുമുണ്ട്. ഈ വിത്ത് നട്ട് നമുക്ക് തൈ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പക്ഷേ ഇത് വിത്ത് മുളപ്പിച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഈ ചെടിയുടെ മറ്റൊരു പ്രത്യേകത, ഇത് വളരെ പതുക്കെയാണ് വളർന്നു വരുന്നത്. ഇത് ചെറിയ ചെടിയായിരിക്കുമ്പോൾ തന്നെ പൂവും കായും ഉണ്ടായി തുടങ്ങും. ഒരു പഴവർഗ്ഗം എന്ന നിലയിൽ ഇത് മാത്രമായിട്ട് കഴിക്കാൻ നമുക്ക് പറ്റത്തില്ല. അത്രയ്ക്ക് ചെറിയ മധുരം ഉണ്ടെങ്കിലും. ഈ കാണുന്നത് അതിൻ്റെ ചെറിയ വിത്ത്, കറുത്ത ചെറിയ വിത്ത്. ഈ വിത്ത് നട്ടാലും കിളിക്കും.
ഇനി മറ്റൊരു വീഡിയോയുമായി പിന്നീട് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക മറക്കല്ലേ.